ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് അണിഞ്ഞുകൊണ്ട് അവര് ഒരു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട് വലിയൊരു അച്ചീവ്മെന്റ് നേടിയാൽ പോലും അവരുടെ തലയത്തെ തട്ടം ആ അച്ചീവ്മെന്റിനെ ക്യാൻസൽ ചെയ്യാണ്. ഇത് വളരെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മള് മുസ്ലിം പെണ്ണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അല്ല ശരിക്കും ഒരു പ്രശ്നം, സ്കൂളിൽ പോകാത്തല്ല പ്രശ്നം, കോളേജിൽ പഠിക്കാൻ പോകാത്തതല്ല പ്രശ്നം, ജോലിക്ക് പോകാത്തതല്ല പ്രശ്നം. നേരെ മറിച്ച് അവര് വളരെ മെറിറ്റോറിയസ് ആയി കാണുന്ന ഒരു അച്ചീവ്മെന്റ്, ആ അച്ചീവ്മെന്റ് പർദ്ദ ധരിച്ച ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി നേടുമ്പോൾ അവർ കൂടുതൽ പ്രൊവോക്ഡ് ആവാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ജെന്യുവൻ അല്ല, നിങ്ങളുടെ തന്നെ അടിത്തറകളിൽ നിന്നാൽ പോലും ജെന്യുവൻ അല്ല. അങ്ങനെ ജെന്യുവൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല, നിങ്ങൾക്ക് ഇസ്ലാം മാത്രം വിഷയമാകുമായിരുന്നില്ല, ഇസ്ലാമിനേക്കാൾ അധികം വേറെ പല പ്രശ്നങ്ങളും വിഷയമാകുമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സ്വർഗത്തില് പിന്നെ സെക്സ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. സെക്സിനോട് എന്തെങ്കിലും എതിർപ്പുള്ളവരാണോ യുക്തിവാദികൾ? അതിനോട് എന്തെങ്കിലും എതിർപ്പുള്ളവരാണോ ഭൗതികവാദികൾ? അവരുടെ ഒരു പ്രമിസിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം എങ്ങനെ ഉണ്ടാവുന്നത്? അങ്ങനത്തെ ഒരു ചോദ്യത്തിന് എന്ത് തരം ലെജിറ്റിമസിയാണുള്ളത്? പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നു, അതായത് ഇസ്ലാമിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്.